പിന്നെ നമ്മുടെ ഉളിക്കലിൽ നിന്ന് പുറപ്പെട്ട കടുവയാണ് മാനന്തവാടിയിലെ തൊണ്ടർനാടിൽ സലു എന്ന 50 വയസ്സുകാരനെ അദ്ദേഹത്തിൻ്റെ വീട്ടുപറമ്പിൽ കടിച്ചു കൊലപ്പെടുത്തിയത്. അതിനാണ് ഒരു അടിയന്തര പ്രമേയം ഞാൻ കൊണ്ടുവന്നത്. ഇത് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ചർച്ച ചെയ്യാമല്ലോ. സിദ്ദിഖും കൊളുനാടൻ അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടുവന്നു. എത്രയോ തവണ ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നു. മുഖ്യമന്ത്രി യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടു. ജനപ്രതിനിധികളുടെയും ഈ പ്രശ്നബാധിത പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളുടെ MLA-മാരുടെ യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടു. ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ മുഖ്യമന്ത്രി. ഞങ്ങൾ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുമെന്ന് വിചാരിച്ചിട്ടല്ല, നേരത്തെ തന്നെ മലയോര യാത്ര നടത്തി. നിങ്ങൾക്കറിയാം, ഞാൻ ഇരിട്ടിയിൽ ഞാൻ തന്നെ ഞാൻ KPC പ്രസിഡന്റ് എന്ന നിലയിൽ ഏറ്റെടുത്തിട്ടില്ല. ഞാൻ തന്നെ ഇരിട്ടിയിൽ എത്ര തവണ സമരം നടത്തിയിട്ടുണ്ട്. ആറിലത്തെ 2 ആളുകൾ ദാരുണമായിട്ട് ദമ്പതിമാർ മരണപ്പെട്ട സന്ദർഭത്തിൽ ഞാൻ തന്നെ അവിടെ ഒരു ഉപവാസം ഒരു ദിവസം മുഴുവൻ ഇരുന്നില്ലേ. എത്ര പ്രാവശ്യം മാർച്ച് നടത്തി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി, കർഷക കോൺഗ്രസ്, സമുദായ നേതാക്കന്മാർ, ബിഷപ്പുമാർ. അഭിമന്യ പാമ്പളാനി ബിഷപ്പ് എത്ര പ്രാവശ്യം സമരമുഖത്തേക്ക് വന്നിട്ടുണ്ട്. ഞാൻ തന്നെ നടത്തിയ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇവിടെ കാട്ടുമൃഗങ്ങളും സർക്കാരും ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണിപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അതിനെ ന്യായീകരിക്കാനോ അതിനെ മറച്ചു വയ്ക്കാനോ മന്ത്രി എന്ത് കാപട്യം പ്രയോഗിച്ചാലും അത് വിലപ്പോവില്ല. ജ്യോതികുമാറിനോട് ചോദിക്കണം. ഞാൻ എല്ലാ FP പോസ്റ്റും ഞാൻ കാണുന്നില്ല. KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വന്യമൃഗ ശല്യം സംബന്ധിച്ച കാര്യങ്ങളിൽ താൻ തന്നെ നിരവധി തവണ നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. ഒരു സർവകക്ഷി യോഗം വിളിക്കണം എന്നാവശ്യപ്പെട്ടതാണ്, ജനപ്രതിനിധികളുടെ യോഗം വിളിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതാണ്. ഇക്കാര്യങ്ങളിൽ ഒന്നും സർക്കാർ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല, നടപടിയും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. അത് മറ്റെന്തെങ്കിലും കാപട്യം കൊണ്ട് ഇതിനെ മറച്ചുവെക്കാൻ കഴിയില്ല എന്നാണ് വനം മന്ത്രിക്ക് ഇപ്പോൾ KPCC അധ്യക്ഷൻ നൽകിയിരിക്കുന്ന മറുപടി.